മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ സഹോദരി നൽകിയ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസെടുത്തത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്തായാലും ഈ ഒരു കേസിൽ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് പോലീസ്. സാക്ഷിയാക്കാനാണ് ഇനിയുള്ള നീക്കം. അതായത് മനാഫിന്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചെങ്കിലും കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന യാതൊരു വീഡിയോകളും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ചാനലിലെ 33 വീഡിയോകളാണ് ഇത്തരത്തിൽ പോലീസ് വിശദമായി പരിശോധിച്ചത്. തുടർന്നാണ് പ്രതിപട്ടികയിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കുക നീക്കമുണ്ടായത്. ഈ വ്യാഴാഴ്ചയാണ് മനാഫിനെ 1-ാം പ്രതിയാക്കി ചേവായൂർ പോലീസ് കേസെടുത്തത്. ഇതിനു പുറമെ അർജുന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചരണം നടത്തിയ 8 യൂട്യൂബ് ചാനലുകൾക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കുന്നതും കലാപത്തിന് സാധ്യതയൊരുക്കുന്നതുമായ സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കുറ്റം ചുമത്തിയാണ് ലോറി ഉടമ മനാഫിനെതിരെ കേസെടുത്തിരുന്നത്. അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിലായിരുന്നു പോലീസ് കേസ്. അതേസമയം മനാഫിനെതിരെ സമൂഹ മാധ്യമങ്ങളിലെ മോശം പ്രതികരണങ്ങൾക്കെതിരെയാണ് പരാതി നൽകിയതെന്ന പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബവും രംഗത്തെത്തിയിരുന്നു. ഏത് കേസിൽ കുടുക്കിയാലും ശിക്ഷിച്ചാലും അർജുന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നായിരുന്നു കേസിന് പിന്നാലെ മനാഫിന്റെ പ്രതികരണം. ഫണ്ട് പിരിവും വൈകാരികത മുതലെടുപ്പും അടക്കം മനാഫിനെതിരെ പരാതി ഉന്നയിച്ച ശേഷമാണ് അർജുന്റെ കുടുംബം നിയമവഴി തേടിയത്. അതിരൂക്ഷ സൈബർ അതിക്രമവും ചൂണ്ടിക്കാട്ടിയാണ് പോലീസിൽ കുടുംബം പരാതി നൽകിയത്. യൂട്യൂബ് ചാനൽ വഴി കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്നും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മനാഫ് മുതലെടുത്തുവെന്നും ചേവയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറഞ്ഞിരുന്നു. മനാഫിനെതിരെ കേസെടുക്കണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് മനാഫിന്റെ പേര് ഉൾപ്പെടുത്തിയതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അർജുന്റെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് ചേവയൂർ പോലീസാണ് കേസെടുത്തത്. കുടുംബത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മനാഫിനെതിരെ പരാതിയില്ലെന്നും മനാഫിന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയും മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലെയും അധിക്ഷേപകരമായ കമന്റ് ഇട്ടവർക്കെതിരെയുമാണ് പരാതിയെന്നും കുടുംബം മൊഴി നൽകി. ശിരൂരിലെ ഗംഗാവാലി പുഴയിൽ ജൂലൈ 16-ന് മണ്ണിടിഞ്ഞു വീണ് ലോറിക്കൊപ്പം കാണാതായ അർജുന്റെ മൃതദേഹം 73 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെടുക്കാനായത്. പിന്നാലെയാണ് ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയത്. ഇതിനെ തുടർന്നാണ് കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത്. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇല്ല എന്നുമാണ് മനാഫ് ഒടുവിൽ പറഞ്ഞ കാര്യം. അർജുന്റെ സഹോദരി കമ്മീഷണർ T. നാരായണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് പോലീസ് കേസെടുത്തത്. എന്തു തന്നെയായാലും രാജ്യത്തെ അത്യാധുനിക സംവിധാനങ്ങൾ വിദഗ്ധരൊക്കെ ഒന്നിച്ച അർജുനായുള്ള തിരച്ചിലിൽ മലയാളികളുടെ കൂട്ടായ്മയ്ക്ക് സാഹോദര്യത്തിനുമൊക്കെ കളങ്കമേൽപ്പിക്കുന്നതായിരുന്നു കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന വിവാദങ്ങൾ, സൈബർ ആക്രമണങ്ങളൊക്കെ. ഇവിടം കൊണ്ടെങ്കിലും എല്ലാത്തിനും ഒരു അവസാനമുണ്ടാകട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.